വിശദമായ വാർത്തകളിലേക്ക്. ബിജെപി നേതാവ് അഡ്വക്കേറ്റ് രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസിൽ എല്ലാ പ്രതികൾക്കും വധശിക്ഷ. മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി വി.ജി. ശ്രീദേവിയാണ് വിധി പ്രസ്താവിച്ചത്. എല്ലാ പ്രതികൾക്കും ജീവപര്യന്തം കഠിന തടവും പിഴയും ശിക്ഷ വിധിച്ചിട്ടുണ്ട്. പ്രതികൾ ഒരു ദയയും അർഹിക്കുന്നില്ലെന്ന് കോടതി അഭിപ്രായപ്പെട്ടു. നൈസാം, അജ്മൽ, അനൂപ്, മുഹമ്മദ് അസ്ലം, സലാം പൊന്നാട്, അബ്ദുൽ കലാം, സഫറുദ്ദീൻ, മൻഷാദ്, ജസീബ് രാജ, ഷമീർ, നസീർ, സക്കീർ ഹുസൈൻ, ഷാജി പൂവത്തിങ്കൽ, ഷർനാസ് അഷ്റഫ് എന്നിവർക്കാണ് വധശിക്ഷ വിധിച്ചത്. ഇന്ന് വിധി പ്രഖ്യാപനത്തിന് ഹാജരായ 14 പ്രതികൾക്കാണ് വധശിക്ഷ വിധിച്ചത്. ചികിത്സയിലായതിനെ തുടർന്ന് ഇന്ന് ഹാജരാക്കാതിരുന്ന 10ാം പ്രതി നവാസിനുള്ള ശിക്ഷ പിന്നീട് പറയും. പ്രതികളെല്ലാം SDPI പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരാണ്. കേസിൽ 15 പ്രതികളും കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. വിധി പ്രസ്താവം കേൾക്കാൻ രഞ്ജിത്തിന്റെ ഭാര്യയും അമ്മയും സഹോദരനും കോടതിയിലെത്തിയിരുന്നു. എല്ലാവർക്കും വധശിക്ഷയും പിന്നെ ജീവപര്യന്തവും പിന്നെ വേറെ സെപ്പറേറ്റ് IPCകളിൽ വേറെ ശിക്ഷയും എല്ലാം കൊടുത്തിരിക്കുന്നത് നമുക്ക് ഈ നീതിന്യായ വ്യവസ്ഥ ഇവിടെ നിലനിൽക്കുന്നുവെന്ന് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു ഇതാണ്. ഞങ്ങൾ ആസ് എ ഫാമിലി ഞങ്ങൾ വളരെ വളരെ സംതൃപ്തരാണ്. കോടതിക്ക് ഇത് മനസ്സിലായതിലും പ്രോസിക്യൂഷൻ അത് കറക്റ്റായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയതും. പിന്നെ ഇത് മാത്രമല്ല, പോലീസിൻ്റെ ഒരു വലിയ ടീമുണ്ട്. അത് ആലപ്പുഴ പോലീസ് ടീം മാത്രമല്ല, വേറെ പലയിടത്തുനിന്നും ഉണ്ടായിരുന്നു. അവർ കറക്റ്റായിട്ട് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തതോടും കൂടി മാത്രമാണ് ഇതിങ്ങനെ ആവുന്നത്. വിധി കോടതിയെ ഞങ്ങൾ മാനിക്കുന്നു. അവർക്ക് കിട്ടേണ്ട ശിക്ഷ തന്നെയാണ് കോടതി കൊടുത്തിരിക്കുന്നത്. ഒരു നിരപരാധിയായ ഒരു മോനായിരുന്നു. വധശിക്ഷ തന്നെ അവർക്ക് കിട്ടാൻ അർഹതയുള്ളത്. അത് തന്നെ ഞങ്ങൾ പ്രതീക്ഷിച്ചു. ഞാനിപ്പോഴും ഭഗവാനിൽ വിശ്വസിക്കുന്നതുകൊണ്ട് നിയമത്തിൻ്റെ വഴിക്ക് അത് വിട്ടു. നിയമത്തിൽ എല്ലാ തെളിവുകളും സംഭരിച്ചു കൊടുത്തു. അത് അതുപോലെ തന്നെ കോടതി കണ്ടു. പക്ഷേ ഞാൻ ഇനിയും ഭഗവാന്റെ ശിക്ഷയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അതും എൻ്റെ ഒരു വാശിയായിട്ട് തന്നെ ഭഗവാൻ കൊടുക്കും. ഓരോരുത്തർക്കും ശിക്ഷ വിധിക്കുമ്പോഴും പ്രതിക്കൂട്ടിൽ നിന്ന് ചിരിക്കുന്നു. അത്ര എന്താ പറയണ്ടേ, അത്ര ക്രൂരമായിട്ട് ആ മുഖത്ത് അത്രയും, നിങ്ങളൊന്നും ഫോട്ടോസ് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ നേരിട്ട് കണ്ടതാണ്. ആ സമയത്ത് അത്രയും ക്രൂരമായി പെരുമാറിയൊരു പ്രതിയുണ്ട്. 4-5 പ്രതികൾ. ആ 4ാം പ്രതി അപ്പോഴും അട്ടഹസിക്കുന്ന പോലെ ഒച്ചത്തിൽ ചിരിക്കാൻ അവന് കോടതി ആയതുകൊണ്ട് പറ്റാത്തതുകൊണ്ടാണ്. അത്ര ഞാനൊന്നും കോടതിയിൽ ചൂണ്ടിക്കാണിച്ചു കൊടുത്താണ്. ഇപ്പോഴും അവന് ചിരിയായിരുന്നു. പ്രതികൾ ഓരോ ലക്ഷം രൂപ വീതം പിഴയും അടയ്ക്കണം. ഇതിൽ 6 ലക്ഷം രൂപ രഞ്ജിത്തിന്റെ ഭാര്യയ്ക്കും അമ്മയ്ക്കും മകൾക്കും നൽകണം. BJP OBC മോർച്ച സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് രഞ്ജിത്ത് ശ്രീനിവാസനെ 2021 ഡിസംബർ 19 രാവിലെയാണ് കൊലപ്പെടുത്തുന്നത്. ആലപ്പുഴ വെള്ളക്കിണറിലുള്ള രഞ്ജിത്തിന്റെ വീട്ടിൽ അതിക്രമിച്ചു കയറിയ പ്രതികൾ ചുറ്റിക കൊണ്ടടിച്ചും വാളുകളും മഴുവും കൊണ്ട് വെട്ടിയും കൊലപ്പെടുത്തിയെന്നാണ് കേസ്. അമ്മയുടെയും ഭാര്യയുടെയും മകളുടെയും മുന്നിൽ വെച്ചായിരുന്നു കൊലപാതകം. സംഭവത്തിന് തലേദിവസം SDPI സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന KS ഷാൻ മണ്ണഞ്ചേരിയിൽ വെച്ച് കൊല്ലപ്പെട്ടിരുന്നു. ഇതിന്റെ വൈരാഗ്യമാണ് കൊലപാതകത്തിന്റെ കാരണമെന്നാണ് പോലീസ് അന്വേഷണത്തിലെ കണ്ടെത്തൽ. അപൂർവങ്ങളിൽ അപൂർവമായ കേസാണിതെന്നും പരമാവധി ശിക്ഷ നൽകണമെന്നും പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരുന്നു. പല കൗണ്ടുകളിലായി ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ അന്വേഷണ ഉദ്യോഗസ്ഥൻ കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ള കുറ്റപത്രത്തിൽ ആരോപിച്ചിട്ടുള്ള എല്ലാ വകുപ്പുകൾ പ്രകാരവും പ്രതികൾക്ക് തടവ് ശിക്ഷയും അതേപോലെ തന്നെ ഫൈൻ എമൗണ്ടുകളും വിധിച്ചിട്ടുണ്ട്. ഇപ്രകാരം ലഭിക്കുന്ന ഫൈൻ എമൗണ്ടുകളിൽ 6 ലക്ഷം രൂപ രഞ്ജിത്ത് ശ്രീനിവാസന്റെ അമ്മയ്ക്കും ഭാര്യയ്ക്കും 2 കുട്ടികൾക്കുമായി നൽകണമെന്നും കോടതി വിധിച്ചിട്ടുണ്ട്. തീർച്ചയായും പ്രോസിക്യൂഷന് അഭിമാനകരമായ ഒരു വിധിയാണ് ഇന്നുണ്ടായിട്ടുള്ളത്. ഈ കണ്ട കാലം മൊത്തം പ്രോസിക്യൂഷൻ നടത്തിയിട്ടുള്ള കേസിൽ പ്രോസിക്യൂഷൻ കൊടുത്തിട്ടുള്ള തെളിവുകളെല്ലാം കോടതി സ്വീകരിച്ചു. അതുകൂടാതെ അപൂർവങ്ങളിൽ അപൂർവമായ കേസിന്റെ പരിധിയിൽ ഉൾപ്പെടുന്നതാണ് ഈ കൊലക്കേസ് എന്നുള്ള പ്രോസിക്യൂഷന്റെ വാദവും കോടതി പൂർണ്ണമായും സ്വീകരിച്ചിട്ടുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് മുഴുവൻ പ്രതികളെയും മരണം വരെ തൂക്കിലേറ്റാൻ കോടതി വിധിച്ചിട്ടുണ്ട്. കേസിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത് ആലപ്പുഴ ജില്ലയിൽ പോലീസ് കനത്ത ജാഗ്രതയിലാണ്. കോടതി പരിസരത്തും കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിരുന്നു. ചെങ്ങന്നൂർ, കായംകുളം DYSPമാരുടെ നേതൃത്വത്തിലാണ് കോടതിയിൽ സുരക്ഷ ഒരുക്കിയത്. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ വൈദ്യുതി ബോർഡിന്റെ നിലപാടിൽ പ്രതിഷേധിച്ച് സമരം ശക്തമാക്കുന്നു. ജനുവരി 31 കരിദിനം ആചരിച്ച് വൈദ്യുതി ബോർഡിന്റെ ഡിവിഷണൽ ഓഫീസുകളിലേക്ക് മാർച്ച് നടത്തുമെന്ന് COA സംസ്ഥാന സെക്രട്ടറി നിസാർ കോയാപ്പറമ്പിൽ അറിയിച്ചു.
ചെറുകിട കേബിൾ ഓപ്പറേറ്റർമാരെ ദ്രോഹിച്ചുകൊണ്ട് കുത്തകകൾക്ക് ഒത്താശ ചെയ്യുന്ന സമീപനമാണ് KSEBയിലെ ഒരു വിഭാഗം ഉദ്യോഗസ്ഥർ സ്വീകരിക്കുന്നതെന്ന് നിസാർ കോയാപ്പറമ്പിൽ പറഞ്ഞു. കണക്ഷൻ നൽകുമ്പോൾ ഉപയോഗിക്കുന്ന കേബിളുകളുടെ എണ്ണത്തിനനുസരിച്ച് വാടക വാങ്ങിയാൽ ചെറുകിട ഓപ്പറേറ്റർമാരെ അത് ദുരിത ജീവിതത്തിലേക്കും ആത്മഹത്യയിലേക്കും തള്ളിവിടുന്നതായിരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. കുത്തക കമ്പനികളെ സഹായിക്കുന്ന തരത്തിൽ KSEBയിലെ ചില ഉദ്യോഗസ്ഥർ സാധാരണക്കാരായ ചെറുകിടക്കാരായ കേബിൾ TV ഓപ്പറേറ്റർമാർ പോസ്റ്റുകളിൽ കൂടെ വലിച്ചിരിക്കുന്ന കേബിളുകളാകമാനം നശിപ്പിക്കുന്ന അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. കേബിൾ TV ഓപ്പറേറ്റർമാർ കൃത്യമായും ടാഗ് ചെയ്തും നിയമാനുസൃതം സ്കെച്ചും പ്ലാനും അതോടൊപ്പം തന്നെ എല്ലാ നിയമപരമായ കാര്യങ്ങളും നീക്കി പണമടച്ചും അഡ്വാൻസ് അടച്ചും പോകുന്ന ഘട്ടത്തിൽ പോലും അനാവശ്യമായി ദ്രോഹിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. ഒന്നിലധികം കേബിളുകൾ ഉപയോഗിച്ചെന്നാണ് നമുക്കറിയാം. സാധാരണ ഒരു വീട്ടിലേക്ക് ഒരു കണക്ഷൻ കൊടുക്കണമെങ്കിൽ ഒരു മെയിൻ ഫൈബർ ഉണ്ടാകും, അതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് വേറെ 1-2 ഫൈബർ ഉണ്ടാകും. ഈ ഫൈബർ സംവിധാനം നടത്തി മാത്രമേ ഈ കേബിൾ TVക്കാരന് മുന്നോട്ട് പോകാൻ ഒക്കൂ. ആ ഘട്ടത്തിൽ അതിലൊരു പോസ്റ്റിൽ കൂടെ ഒരു കേബിൾ മാത്രമേ വലിക്കാൻ പറ്റത്തുള്ളൂ. അതിലധികമുള്ളതിന് അധിക ചാർജ് ഈടാക്കണം, അല്ലെങ്കിൽ കട്ട് ചെയ്ത് കളയും എന്ന തരത്തിലുള്ള വളരെ മോശപ്പെട്ട നിലപാടാണ് KSEBയുടെ ഒരു ഭാഗം വരുന്ന ജീവനക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഈ രംഗത്ത് പണിയെടുക്കുന്ന ആയിരക്കണക്കിന് വരുന്ന തൊഴിലാളികളെയും ആയിരക്കണക്കിന് വരുന്ന ചെറുകിട ഓപ്പറേറ്റർമാരെയും വല്ലാത്ത ജീവിത ദുരിതത്തിലേക്ക് എത്തിക്കുന്ന അവസ്ഥയാണ്. COA ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് സുരേഷ് ബാബു, സെക്രട്ടറി S ഷിബു എന്നിവരും നിസാറിനൊപ്പം ഉണ്ടായിരുന്നു. സാധന സാമഗ്രികൾ പങ്കുവയ്ക്കാൻ ഇടമൊരുക്കി കോട്ടയം ജില്ലാ ഭരണകൂടത്തിന്റെ പദ്ധതി. നിരാലംബർക്കടക്കം സഹായമാകും വിധം സാധന സാമഗ്രികൾ പൊതുവായി പങ്കുവയ്ക്കാൻ ഒരിടമൊരുക്കുന്ന വോൾ ഓഫ് ലവിനാണ് ജില്ലയിൽ തുടക്കമായത്. ജില്ലാ കളക്ടർ V വിഘ്നേശ്വരിയുടെ നേതൃത്വത്തിൽ ജില്ലാ ഭരണകൂടവും വിവിധ വകുപ്പുകളും സന്നദ്ധ സംഘടനകളും സംയുക്തമായാണ് വോൾ ഓഫ് ലവ് എന്ന പങ്കുവയ്ക്കൽ ഇടങ്ങൾ സ്ഥാപിക്കുന്നത്. പൊതു ഇടങ്ങളിലും ഓഫീസുകളിലും ആശുപത്രികളിലും സ്കൂളുകളിലും കോളേജുകളിലും മറ്റ് സ്ഥാപനങ്ങളിലും സ്ഥാപിക്കുന്ന വോൾ ഓഫ് ലവ് കബോർഡുകളിൽ നമ്മൾ ഉപയോഗിക്കാതെ വീട്ടിൽ സൂക്ഷിച്ചിട്ടുള്ളതും എന്നാൽ മറ്റുള്ളവർക്ക് ഉപയോഗപ്രദവുമായ സാധന സാമഗ്രികൾ സംഭാവനയായി വയ്ക്കാം. നിരാലംബർക്കടക്കം ഉപകാരപ്പെടുന്ന പുതിയ വസ്ത്രങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ സാധന സാമഗ്രികളും സംഭാവനയായി നൽകാം. ആവശ്യമുള്ളവർക്ക് ഇത് എടുത്തുകൊണ്ടുപോയി ഉപയോഗിക്കാം. കോട്ടയം ജനറൽ ആശുപത്രിയിൽ സ്ഥാപിച്ച വോൾ ഓഫ് ലവിന്റെ ഉദ്ഘാടനം ജില്ലാ കളക്ടർ V വിഘ്നേശ്വരി നിർവഹിച്ചു. ജില്ലാ കളക്ടർ ബാഗ് സംഭാവനയായി വോൾ ഓഫ് ലവ് കബോർഡിൽ വെച്ചു. സ്നേഹം നഗരിയായിട്ട് മാറ്റിയെടുക്കാനുള്ള ഒരു തുടക്കമാണ്, ചെറിയ ഇനിഷ്യേറ്റീവാണ്. സോ ഇതിനെ സഹായിക്കുന്നത് നമ്മുടെ ലയൺസ് ക്ലബ്, ഡിസ്ട്രിക്ട് ലയൺസ് ക്ലബ്. Our ADM is also incidentally being transferred and coordinated working with Consarity, and നമ്മളെയാണ് ഏറ്റെടുക്കേണ്ടത്. They are here to support us, but we should ensure that ഇത് നമ്മുടെ സാധനങ്ങൾ എപ്പോഴും ഉണ്ടാവണം, ജനങ്ങൾക്ക് അത്യാവശ്യം എടുക്കാൻ പറ്റുന്ന രീതിയിൽ ഉണ്ടാവണം. അത് നമ്മുടെ സ്റ്റാഫ് വരുന്ന പേഷ്യൻസ് കുറച്ച് വെൽറ്റുള്ള പേഷ്യൻസ്. ആശുപത്രിയിൽ ചികിത്സയ്ക്കായി പ്രവേശിക്കപ്പെടുന്നവർക്കായി ലയൺസ് ഡിസ്ട്രിക്ട് 318Bയുടെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. കബോർഡ് സ്ഥാപിച്ചതിനൊപ്പം ബെഡ്ഷീറ്റ്, വസ്ത്രങ്ങൾ, തുണികൾ, പേസ്റ്റ്, സോപ്പ്, ബ്രഷ്, ബക്കറ്റ്, മഗ് തുടങ്ങി നിർധനരും ആലംബഹീനരുമായ രോഗികൾക്ക് ആശുപത്രിവാസവുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കേണ്ടി വരുന്ന സാധന സാമഗ്രികളാണ് വോൾ ഓഫ് ലവിൽ സംഭാവനയായി ലയൺസ് ക്ലബ്ബ് നൽകിയത്. സംഭാവന നൽകാൻ ആഗ്രഹിക്കുന്നവർക്ക് സാധന സാമഗ്രികൾ വാങ്ങി ഇവിടുത്തെ വോൾ ഓഫ് ലവ് കബോർഡിൽ വയ്ക്കാം. അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് G നിർമ്മൽകുമാർ, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ M ശാന്തി, ലയൺസ് ഡിസ്ട്രിക്ട് 318B ഗവർണർ ഡോക്ടർ ബിനോ ഐ കോശി, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ A അരുൺകുമാർ എന്നിവർ പങ്കെടുത്തു. ചങ്ങനാശ്ശേരി ജനറൽ ആശുപത്രിയിലെ അഡ്മിനിസ്ട്രേഷൻ വിഭാഗം പൂർണ്ണ പരാജയമാണെന്ന് വ്യാപക പരാതി. മികച്ച സേവനം ഉറപ്പുവരുത്തണമെന്നാവശ്യപ്പെട്ട് NGO അസോസിയേഷൻ ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ യോഗം. ജനജീവനക്കാരോടുള്ള അവഗണന അവസാനിപ്പിക്കുക. ചങ്ങനാശ്ശേരി ജനറൽ ആശുപത്രിയിലെ സൂപ്രണ്ടും ഓഫീസ് ജീവനക്കാരും തമ്മിൽ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ടെന്നും നഴ്സിംഗ് സൂപ്രണ്ടും ഡ്യൂട്ടി നഴ്സുമാരും തമ്മിൽ തർക്കമാണെന്നും പരാതിയുണ്ട്. ആരോഗ്യവകുപ്പ് അധികൃതർ അടിയന്തരമായി ഇടപെട്ട് ജനറൽ ആശുപത്രിയിലെ വിവിധ വിഷയങ്ങൾ പരിഹരിക്കണമെന്നും ആശുപത്രിയിൽ നിന്നും പൊതുസമൂഹത്തിന് മികച്ച സേവനങ്ങൾ ലഭ്യമാക്കുന്ന സാഹചര്യം ഉറപ്പുവരുത്തണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു NGO അസോസിയേഷൻ ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ യോഗം ചേർന്നത്. ജില്ലാ പ്രസിഡന്റ് സതീഷ് ജോർജ് പരിപാടി ഉദ്ഘാടനം ചെയ്തു.
ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ജീവനക്കാരെ ഒത്തൊരുമയോടുകൂടി ഐക്യത്തോടുകൂടി എല്ലാവരെയും യോജിപ്പിച്ചു കൊണ്ടുപോകേണ്ട അധികാരികൾ അവർ ജീവനക്കാർക്ക് ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതിവിടെ പുറത്ത് സമൂഹ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വലിയ വാർത്തകൾ പുറത്തു വരികയും അതിൻ്റെ അകത്ത് ബന്ധപ്പെട്ട സ്ഥലം MLA ഉൾപ്പെടെ DMO ഉൾപ്പെടെയുള്ള അധികാരികൾ ഇവിടെ വന്ന് ഇവിടെ അതുമായി ബന്ധപ്പെട്ട് എൻക്വയറി അന്വേഷണം നടത്തുകയും അതുമായി ബന്ധപ്പെട്ട് ഈ സ്ഥാപനത്തിലെ ജീവനക്കാർക്ക് ജോലി ചെയ്യാനുള്ള ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാക്കി കൊടുക്കണം, അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിലേക്ക് ഇതിന്റെ അധികാരികൾ വരണമെന്നുള്ള ഒരു തീരുമാനത്തിന്റെ ഭാഗമായി ഉത്തരവാദിത്തപ്പെട്ട DMOയും അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകളും പലകുറി ആവശ്യപ്പെട്ടിട്ടും ഇവിടുത്തെ അധികാരികൾ ഇതിന്റെ അകത്ത് മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. യോഗത്തിൽ ബ്രാഞ്ച് പ്രസിഡന്റ് A. സനീഷ് അധ്യക്ഷനായിരുന്നു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം അഷ്റഫ് പറപ്പള്ളി, സംസ്ഥാന കമ്മിറ്റി അംഗം KCR തമ്പി തുടങ്ങിയവർ സംസാരിച്ചു. ജനുവരി 30 രക്തസാക്ഷിത്വ ദിനം. ആലപ്പുഴ കളക്ട്രേറ്റിൽ ഗാന്ധി പ്രതിമയിൽ കളക്ടർ ജോൺ V. സാമുവൽ ഹാരാർപ്പണം നടത്തിയായിരുന്നു ദിനാചരണം. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനത്തോടനുബന്ധിച്ച് ആലപ്പുഴ കളക്ടറേറ്റിലെ ഗാന്ധി പ്രതിമയിൽ ജില്ലാ കളക്ടർ ജോൺ V. സാമുവൽ ഹാരാർപ്പണവും പുഷ്പാർച്ചനയും നടത്തി. തുടർന്ന് കളക്ടർ രക്തസാക്ഷിത്വ ദിന സന്ദേശം നൽകി. ADM S. സന്തോഷ് കുമാർ, ഗാന്ധി സ്മൃതി മണ്ഡപം സമിതി അംഗങ്ങളായ രാജു പള്ളിപ്പറമ്പിൽ, AN പുരം ശിവകുമാർ, ME ഉത്തമക്കുറുപ്പ് തുടങ്ങിയവർ പങ്കെടുത്തു. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ സ്മരണകളുമായി എടത്വ വികസന സമിതിയുടെ നേതൃത്വത്തിൽ രക്തസാക്ഷിത്വ ദിനം ആചരിച്ചു. 1937 ഗാന്ധിജി താമസിച്ച കരുമാടി മുസാവരി ബംഗ്ലാവ് കേന്ദ്രീകരിച്ചായിരുന്നു സ്മൃതി സംഗമം. ആലപ്പുഴയുടെ സ്വാതന്ത്ര്യ സമര സ്മരണകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കെട്ടിടമാണ് കരുമാടിയിൽ ജലപാതയുടെ തീരത്തുള്ള മുസാവരി ബംഗ്ലാവ്. 1937 ഗാന്ധിജി ആലപ്പുഴയിലെത്തിയപ്പോൾ ഈ ബംഗ്ലാവിലാണ് താമസിച്ചിരുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് വൈക്കത്തേക്കുള്ള യാത്രയിലായിരുന്നു മഹാത്മാഗാന്ധി ഒരു ദിവസം ഇവിടെ ചെലവഴിച്ചത്. ബ്രിട്ടീഷുകാർ പോയ ശേഷം സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പിന്റെ അധീനതയിലും മേൽനോട്ടത്തിലുമാണ് മുസാവരി ബംഗ്ലാവ്. ബംഗ്ലാവിന്റെ മുറ്റത്ത് ഗാന്ധി പ്രതിമ നിർമ്മാണം ആരംഭിച്ചെങ്കിലും ഇതുവരെ പൂർണ്ണമായിട്ടില്ല. എടത്വ വികസന സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ ദിനാചരണ പരിപാടികൾ സമിതി പ്രസിഡന്റ് ആന്റണി ഫ്രാൻസിസ് ഉദ്ഘാടനം ചെയ്തു. രക്ഷാധികാരി അഡ്വക്കേറ്റ് PK സദാനന്ദൻ അധ്യക്ഷനായിരുന്നു. വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഐസക് രാജു, ജനറൽ സെക്രട്ടറി ഡോക്ടർ ജോൺസൺ V. ഇടുക്കള തുടങ്ങിയവർ സംസാരിച്ചു. ഈ മുസാവരി ബംഗ്ലാവ്, അദ്ദേഹം അന്തിയുറങ്ങിയ ഈ മുസാവരി ബംഗ്ലാവ് ഒരു ചരിത്ര സ്മാരകമാക്കി മാറ്റിയെടുക്കണമെന്ന് കേരള ഗവൺമെൻറ്റിനോടും കേന്ദ്ര ഗവൺമെൻറ്റിനോടും ആവശ്യം ഉന്നയിക്കേണ്ടതായിട്ട് ഉണ്ട്. കരുമാടി മുസാവരി ബംഗ്ലാവിനെ ചരിത്ര സ്മാരകമാക്കി ഉയർത്തണമെന്ന് പരിപാടിയിൽ പങ്കെടുത്തവർ അഭിപ്രായപ്പെട്ടു. പുരോഗമന കലാസാഹിത്യ സംഘം മാന്നാർ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കുമാരനാശാൻ അനുസ്മരണവും ആദരിക്കൽ ചടങ്ങും നടന്നു. AR സ്മാരക സമിതി മുൻ ചെയർമാൻ പ്രൊഫസർ PD ശശിധരൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പുരോഗമന കലാസാഹിത്യ സംഘം കൗൺസിൽ അംഗം ഡോക്ടർ TA സുധാകരക്കുറുപ്പ് വിഷയാവതരണം നടത്തി. ചടങ്ങിൽ മഹാത്മജി സ്മാരക വായനശാലയ്ക്ക് ആദരവ് നൽകി. പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം P. രാജേഷിൽ നിന്ന് മഹാത്മജി സ്മാരക വായനശാല സെക്രട്ടറി MP. സുരേഷ് കുമാർ ആദരവ് ഏറ്റുവാങ്ങി. പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന കൗൺസിൽ അംഗം ഗോപി ബുധനൂർ, വായനശാല പ്രസിഡന്റ് PN ശെൽവരാജൻ, ലൈബ്രറി കൗൺസിൽ ചെങ്ങന്നൂർ ഏരിയ പ്രസിഡന്റ് LP സത്യപ്രകാശ്, പീതാംബരൻ പരുമല, മുരളി കാട്ടൂർ, സുരേഷ് ചേക്കോട്ട് എന്നിവർ സംസാരിച്ചു. സംസ്ഥാനത്തെ മികച്ച ഇലക്ട്രൽ ലിറ്ററസി ക്ലബ്ബ് ജില്ലാ കോർഡിനേറ്റർക്കുള്ള പുരസ്കാരം കോട്ടയത്തിന്. ജില്ലാ കോർഡിനേറ്ററും പാമ്പാടി KG കോളേജ് കൊമേഴ്സ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറുമായ ഡോക്ടർ വിപിൻ K. വർഗീസാണ് പുരസ്കാരത്തിന് അർഹനായത്. തൃക്കാക്കര ഭാരത് മാതാ കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ദേശീയ സമ്മാനദാന ദിനം സംസ്ഥാനതല ഉദ്ഘാടന വേദിയിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായ സഞ്ജയ് കൗളിൽ നിന്ന് ഡോക്ടർ വിപിൻ K. വർഗീസ് പുരസ്കാരം ഏറ്റുവാങ്ങി. ഇലക്ഷൻ ലിറ്ററസി ക്ലബിന്റെ നേതൃത്വത്തിൽ 2 വർഷം കൊണ്ട് 5000-ലധികം വിദ്യാർത്ഥികൾ, 45 ഭിന്നശേഷിക്കാർ, 52 പട്ടികവർഗക്കാർ, 9 ട്രാൻസ്ജെൻഡേഴ്സ് എന്നിവരെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്താനായി. NSS NCC ക്യാമ്പുകളിൽ 40 ബോധവൽക്കരണ ക്ലാസുകൾ, KSRTC ഡബിൾ ഡെക്കർ ബസ്സിലുള്ള പ്രചാരണം, ജില്ലയിലെ 4 പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ പ്രത്യേക ബോധവൽക്കരണ പരിപാടി തുടങ്ങിയ നിരവധി പ്രവർത്തനങ്ങളും നടപ്പാക്കി. ജില്ലാ തിരഞ്ഞെടുപ്പ് വിഭാഗം, സ്വീപ്, ഇലക്ടറൽ ലിറ്ററസി ക്ലബ് എന്നിവയുടെ ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനമാണ് ജില്ലയെ നേട്ടത്തിലെത്തിച്ചത്.
കാവാലം നാരകത്തറ കോഴിച്ചാൽ തെക്ക് പാടശേഖര നെല്ലുൽപാദക സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള വളപ്രയോഗ പദ്ധതിക്ക് തുടക്കമായി. കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ നെൽകൃഷി വികസന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഡ്രോൺ ഉപയോഗിച്ചുള്ള വളപ്രയോഗം. പദ്ധതിയുടെ ഭാഗമായി കൃഷ്ണപുരം ശ്രീനാരായണ ദർശന പഠന കേന്ദ്രം ഓഡിറ്റോറിയത്തിൽ ചേർന്ന സമ്മേളനം നീലമ്പേരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ തങ്കച്ചൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് കർഷകരെ നേരിടുന്ന ഏറ്റവും വലിയ വിഷയം അവരുടെ ഉൽപാദനത്തിന് ചെലവ് വർദ്ധിക്കുന്നു, വരുമാനം കുറയുന്നു. അപ്പോൾ ആ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതോടൊപ്പം തന്നെ ചെലവ് കുറഞ്ഞു ഈ നാമമാത്ര കർഷകൻ അവൻ്റെ കുടുംബം നിലനിർത്തുന്നതിനാവശ്യമാകുന്ന സാമ്പത്തിക ഉന്നമനം ഉണ്ടാകേണ്ടതുണ്ട്. ആ സാമ്പത്തിക ഉന്നമനം ഉണ്ടാകുന്നതിൽ നിന്ന് ഈ രാസവളങ്ങൾ കോപ്പറേറ്റീവ് മുതലാളിമാർ ദിവസവും വില കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് പൊട്ടാഷിന് 1800 രൂപയാണ്. പാക്ടംബോസ് നമ്മുടെ പാക്ടംബോസ് നമുക്ക് കിട്ടാനില്ല. വടക്കൻ ലോബികൾ ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടംബോസാണ് നമുക്ക് തരുന്നത്. അത് ഫാക്ടംബോസ് അല്ല. മറ്റു യൂറിയയ്ക്ക് നമ്മൾ സബ്സിഡി കൊടുക്കുന്നതുകൊണ്ടാണ് യൂറിയയ്ക്ക് വില കുറഞ്ഞു കിട്ടുന്നത്. യൂറിയ ഉൽപ്പാദിപ്പിക്കുന്നില്ല. അധികമായ രാസവള പ്രയോഗത്തിലൂടെ നമുക്കുണ്ടായിക്കൊണ്ടിരിക്കുന്ന അമിതമായ രോഗങ്ങളും അതോടൊപ്പം തന്നെ വരുമാനമില്ലാതിരിക്കുന്ന ഒരു അവസരത്തിലാണ് ഈ കേരള സർക്കാർ ഈ പദ്ധതികൾ നമുക്ക് നടപ്പാക്കുന്നത്. യോഗത്തിൽ പാടശേഖര സമിതി പ്രസിഡന്റ് പി ബി രമേശൻ അധ്യക്ഷനായിരുന്നു. കൃഷിവകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ ആനി മാത്യു പദ്ധതി വിശദീകരണം നടത്തി. ഗ്രാമപഞ്ചായത്ത് അംഗം ആർ വിനയചന്ദ്രൻ, പാടശേഖര സമിതി സെക്രട്ടറി കെ ജി അഭിലാഷ് കുമാർ, കൺവീനർ ടി കെ ബിജു, നീലമ്പേരൂർ കൃഷി ഓഫീസർ പി എൽ ശ്രുതി എന്നിവർ സംസാരിച്ചു. മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രം പ്രൊഫസർ നിമ്മി ജോസ് വരിനെല്ല് കളനിയന്ത്രണം എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി ക്ലാസ് നയിച്ചു. തലവടി ഗ്രാമപഞ്ചായത്തിൽ ആനപ്രമ്പാൽ MT-LP സ്കൂളിന് ജനുവരി 30 മുതൽ 21 ദിവസത്തേക്ക് അവധി പ്രഖ്യാപിച്ച് ഉത്തരവായി. സ്കൂളിലെ 6 കുട്ടികൾക്ക് മുണ്ടുനീര് ബാധിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് അവധി പ്രഖ്യാപനം. ക്ഷേമനിധി ആനുകൂല്യങ്ങൾ വെട്ടിക്കുറച്ച നടപടിയിൽ പ്രതിഷേധിച്ച് തയ്യൽ തൊഴിലാളികൾ സമരത്തിലേക്ക്. ജനുവരി 31-ന് ക്ഷേമനിധി ഓഫീസുകൾക്ക് മുന്നിലേക്ക് മാർച്ചും ധർണയും നടത്തുമെന്ന് ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ ആലപ്പുഴയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രണ്ടാമത് വന്ന ഇടതുപക്ഷ സർക്കാർ തയ്യൽ തൊഴിലാളികളോട് കാണിച്ച കടുത്ത അവഗണനയാണ്. ഒരു സൂചനാ സമരം എന്നുള്ള നിലയിൽ നാളെ രാവിലെ നമ്മുടെ ക്ഷേമനിധി ഓഫീസുകളുടെ മുന്നിൽ, കേരളത്തിലെ മുഴുവൻ ക്ഷേമനിധി ഓഫീസുകളുടെ മുന്നിലും ധർണാ സമരം നടത്താൻ, ഒരു ഗാന്ധിയ സമരം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. 2020 ഏപ്രിൽ 1-ന് ശേഷം റിട്ടയർമെന്റായ തൊഴിലാളികൾ ദുരിതത്തിലാണെന്നും റിട്ടയർമെന്റ് ആനുകൂല്യ തുക വെട്ടിക്കുറച്ചിരിക്കുകയാണെന്നും സംഘടനാ ഭാരവാഹികൾ പറഞ്ഞു. നവകേരള സദസ്സിൽ ഈ വിഷയം ഉന്നയിച്ചു കൊടുത്ത നിവേദനത്തിന് കിട്ടിയ മറുപടിയും നിരാശാജനകമായിരുന്നെന്ന് അവർ വ്യക്തമാക്കി. ഈ പശ്ചാത്തലത്തിലാണ് പ്രതിഷേധ സമരമെന്നും അവർ പറഞ്ഞു. ജില്ലാ ഭാരവാഹികളായ M കാർത്തികേയൻ, VK മണി, മോഹൻദാസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. യൂത്ത് കോൺഗ്രസ് പുളിങ്കുന്ന് മണ്ഡലം പ്രസിഡന്റായി ലിജോ മാത്യു ചുമതലയേറ്റു. നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് റോഫിൻ ജേക്കബിന്റെ അധ്യക്ഷതയിലായിരുന്നു ചടങ്ങുകൾ. ഇതിന്റെ ഭാഗമായി ചേർന്ന സമ്മേളനം KPCC വക്താവ് അഡ്വക്കേറ്റ് അനിൽ ബോസ് ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ വൈസ് പ്രസിഡന്റ് അനന്തനാരായണൻ, കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അലക്സ് മാത്യു, നേതാക്കളായ ജോസഫ് മാമ്പൂത്ര, ജോളി ജോസഫ്, A സുഗതൻ തുടങ്ങിയവർ സംസാരിച്ചു. കൈനഗിരി ഹോളി ഫാമിലി ഗേൾസ് ഹൈസ്കൂൾ 100ന്റെ നിറവിൽ. ശതാബ്ദി ഉദ്ഘാടനവും സ്കൂൾ വാർഷികാഘോഷവും ഏറെ ശ്രദ്ധേയമായി. ശതാബ്ദി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം തിരിതെളിയിച്ചുകൊണ്ട് ചങ്ങനാശ്ശേരി അതിരൂപത വികാരി ജനറൽ ഫാദർ ഡോക്ടർ വർഗീസ് താനമാവുങ്കൽ നിർവഹിച്ചു. ഇതൊരു ചരിത്ര മുഹൂർത്തമാണ്. യഥാർത്ഥത്തിൽ ഇവിടെ പഠിക്കുന്ന കുട്ടികൾ, നിങ്ങൾ ഓരോരുത്തരും ഈ സ്കൂളിൽ നിന്ന് കടന്നുപോയി പിന്നീട് ഒരുപക്ഷെ പറയാൻ പോകുന്നത് ജൂബിലി ബാച്ച് എന്നൊക്കെയാണ്. വർഷങ്ങൾ കഴിയുമ്പോൾ ഹോളി ഫാമിലി സ്കൂളിലെ ജൂബിലി ബാച്ചാണ് ഞങ്ങൾ എന്നൊക്കെയായിരിക്കും ഇവിടെ നിന്ന് കടന്നു പോകുന്ന കുട്ടികൾ പിന്നീട് പറയാൻ പോകും. അതുകൊണ്ട് ഇത് ചരിത്ര മുഹൂർത്തമാണ്. നമുക്ക് ആ ഒരു സന്തോഷത്തോടുകൂടെ ഈ ജൂബിലിയെ
നമുക്ക് സ്വീകരിക്കുവാനായിട്ട് സാധിക്കട്ടെ. ജൂബിലി ആഘോഷിക്കുന്ന ഈ ഹോളി ഫാമിലി സ്കൂളിന് എല്ലാവിധമായിട്ടുള്ള വിജയാശംസകളും ദൈവാനുഗ്രഹവും ഞാൻ പ്രത്യേകമായിട്ട് നേരുകയും ചെയ്യുകയാണ്. യുവ സംഗീത സംവിധായകൻ ഗൗതം വിൻസെന്റ് സ്കൂൾ വാർഷികം ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ എഡ്യൂക്കേഷൻ കൗൺസിലർ ചങ്ങനാശ്ശേരി ഹോളി ക്യൂൻസ് പ്രൊവിൻസ് സിസ്റ്റർ ലിസ കുര്യൻ CMC അധ്യക്ഷയായിരുന്നു. സ്കൂൾ മാനേജർ സിസ്റ്റർ കർമ്മല CMC, ഹെഡ്മിസ്ട്രസ് ജസമ്മ ജോസഫ്, ജനറൽ കൺവീനർ ജോബിൻ P. ജേക്കബ്, PTA പ്രസിഡന്റ് യോഹന്നാൻ തരകൻ എന്നിവർ സംസാരിച്ചു. സ്കൂളിലെ 54 വിദ്യാർത്ഥിനികളുടെ നൂപുരം എന്ന പേരിൽ നടത്തിയ നൃത്ത അരങ്ങേറ്റവും ഇതോടൊപ്പം സംഘടിപ്പിച്ചിരുന്നു. പെരിങ്ങര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തിയ ലഹരിക്കെതിരെ കൈകോർക്കാം എന്ന പരിപാടി ആകർഷകമായി. സ്കൂളിലെ വിവിധ ക്ലബ്ബുകളുടെ ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി. സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീം, ടീൻസ് ക്ലബ്ബ്, വിമുക്തി ക്ലബ്ബ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ചാത്തങ്കരിക്കടവിൽ ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചുകൊണ്ടായിരുന്നു ലഹരി വിരുദ്ധ സന്ദേശ പരിപാടി. ഗ്രാമപഞ്ചായത്ത് അംഗം ചന്ദ്രു S. കുമാർ സന്ദേശം നൽകി. പ്രധാനാധ്യാപിക ഷമീമ SL, അധ്യാപകരായ K. അജയകുമാർ, V. സുരേഷ്, പ്രോഗ്രാം കോർഡിനേറ്റർ ഷഫീന, PTA പ്രസിഡന്റ് CB ആചാര്യ എന്നിവർ നേതൃത്വം നൽകി. കുട്ടനാട് എയ്ഡഡ് പ്രൈമറി ടീച്ചേഴ്സ് സഹകരണ സംഘം പുറത്തിറക്കിയ 2024 കലണ്ടർ ശ്രദ്ധേയമാകുന്നു. ജനുവരി മാസത്തെ ദിനങ്ങൾ മലയാള സംഖ്യകളിലാണ് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. കുട്ടനാട്ടിലെ പ്രതിഭകളുടെ ചിത്രങ്ങളും ജീവിത കാലഘട്ടവും കലണ്ടറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തവണ കുട്ടനാട് എയ്ഡഡ് പ്രൈമറി ടീച്ചേഴ്സ് സഹകരണ സംഘം പുറത്തിറക്കിയ കലണ്ടറിന് 2 പ്രത്യേകതകളുണ്ട്. ആദ്യത്തേത് ആരെയും ഒന്ന് അത്ഭുതപ്പെടുത്തും, പ്രത്യേകിച്ചും പുതുതലമുറയെ. അവർക്ക് തീരെ പരിചയമില്ലാത്ത മലയാളം സംഖ്യകൾ കൊണ്ടാണ് ജനുവരി മാസത്തെ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. മലയാളികൾ പണ്ട് നിത്യജീവിതത്തിൽ ഉപയോഗിച്ചിരുന്ന മലയാളം സംഖ്യകളെ പുതുതലമുറയ്ക്ക് കൂടി പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരമൊരു പരീക്ഷണത്തിന് തുനിഞ്ഞതെന്ന് ടീച്ചേഴ്സ് സഹകരണ സംഘം പ്രസിഡന്റ് ബിനു കുര്യാക്കോസ് പറയുന്നു. പണ്ട് മലയാളികൾ നിത്യജീവിതത്തിൽ ഉപയോഗിച്ചിരുന്നതാണ് മലയാളം സംഖ്യകൾ. എന്നാൽ കാലക്രമത്തിൽ പ്രത്യേകിച്ച് ഇൻഡോ അറബിക് സംഖ്യകളൊക്കെ പാഠ്യപദ്ധതിയിലും മറ്റിടങ്ങളിലുമൊക്കെ വ്യാപകമായ ഒരു ഘട്ടത്തിൽ നമ്മുടെ മലയാളം സംഖ്യകൾ മൺമറഞ്ഞു പോയിരുന്നു. ഇന്ന് മലയാളികളായ നമുക്ക് പോലും മലയാളം സംഖ്യകളെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ല. അപ്പോൾ പുതിയ തലമുറയെ ഈ സംഖ്യകളെ പരിചയപ്പെടുത്തുവാനും അവർക്ക് അത് മനസ്സിലാക്കുവാനും വേണ്ടിയിട്ടാണ് മലയാളം സംഖ്യകൾ കലണ്ടറിൽ പ്രത്യേകമായി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കുട്ടനാട് എയ്ഡഡ് പ്രൈമറി സഹകരണ സംഘത്തിന്റെ കലണ്ടർ കുട്ടനാട്ടിലെ എല്ലാ വിദ്യാലയങ്ങളിലും അതുപോലെ സർക്കാർ പൊതുസ്ഥാപനങ്ങളിലും നൽകണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇത് ഈ സംഖ്യ പരിചയപ്പെടുത്തുവാനും കൗതുകത്തോടുകൂടിയെങ്കിലും നമ്മുടെ പുതിയ തലമുറയിലെ കുട്ടികൾ ഈ സംഖ്യകൾ എഴുതി പഠിക്കാനും മനസ്സിലാക്കാനും എവിടെയെങ്കിലും കണ്ടാൽ ഇത് മലയാളത്തിലെ ഇന്ന അക്കമാണ്, സംഖ്യയാണെന്ന് തിരിച്ചറിയാനും വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമത്തിന്റെ ഭാഗമാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു സംരംഭം തുടക്കം കുറിച്ചത്. കുട്ടനാട്ടിലെ പ്രതിഭകളെ പരിചയപ്പെടുത്തുന്നു എന്നതാണ് കലണ്ടറിന്റെ മറ്റൊരു പ്രത്യേകത. കല, സാഹിത്യ, സാംസ്കാരിക, കാർഷിക, ആധ്യാത്മിക മേഖലയിലുള്ള പ്രമുഖരുടെ ചിത്രങ്ങളും അവരുടെ ജീവിത കാലഘട്ടവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. കുട്ടനാടൻ പ്രതിഭകളിൽ ആദ്യ പേരുകാരൻ വിശുദ്ധ കുര്യാക്കോസ് ഏലിയാസ് ചാവറയച്ചനാണ്. തുടർന്ന് ജീവിച്ചിരിക്കുന്നവരും മൺമറഞ്ഞവരുമായ കുട്ടനാട്ടിലെ വിവിധ മേഖലകളിലെ പ്രമുഖരുടെ ചിത്രങ്ങളും ഉൾപ്പെടുത്തിയിരിക്കുന്നു. സംഘം മുൻ പ്രസിഡന്റും മുൻ അധ്യാപകനുമായ ജോസ് കുര്യനാണ് ഇത്തരമൊരാശയം മുന്നോട്ട് വെച്ചത്. കുട്ടനാട്ടിലെ സ്കൂളുകളിലും സ്ഥാപനങ്ങളിലും കലണ്ടർ വിതരണം ചെയ്യാനാണ് എയ്ഡഡ് പ്രൈമറി ടീച്ചേഴ്സ് സഹകരണ സംഘത്തിന്റെ തീരുമാനം. ചേർത്തല കിൻഡർ ഹോസ്പിറ്റൽ ഗർഭിണികൾക്കായി സ്പന്ദനം സീസൺ 2 എന്ന പേരിൽ ഓൾ കേരള സംഗീത മത്സരം സംഘടിപ്പിക്കുന്നു. ഫെബ്രുവരി 14 വാലന്റൈൻസ് ദിനത്തിൽ ചേർത്തല നെടുമ്പ്രക്കാട്ട് അഖിലാഞ്ജലി കൺവെൻഷൻ സെന്ററിലാണ് സംഗീത മത്സരം. ഗർഭകാലത്ത് സംഗീതത്തിന് വളരെയധികം പ്രാധാന്യമുണ്ടെന്ന് പഠനങ്ങൾ രേഖപ്പെടുത്തുന്നു. കുഞ്ഞിന്റെ ബുദ്ധിശക്തി വർദ്ധിക്കാനും തലച്ചോറിന്റെ വളർച്ചയ്ക്കും സംഗീതം സഹായിക്കുന്നുവെന്നാണ് കണ്ടെത്തൽ. ഇത് ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇന്ത്യയിൽ തന്നെ ആദ്യമായി 2022 ജൂൺ 22 ഗർഭിണികൾക്കായി സ്പന്ദനം എന്ന പേരിൽ ചേർത്തല കിൻഡർ ഹോസ്പിറ്റൽ പാട്ടു മത്സരം സംഘടിപ്പിച്ചത്. 60ഓളം ഗർഭിണികൾ മാറ്റുരച്ച മത്സരം വലിയ വിജയമായിരുന്നു. ഇതാണ് സ്പന്ദനം സീസൺ 2 എന്ന പേരിൽ ഇത്തവണയും സംഗീത മത്സരം നടത്താൻ പ്രചോദനമായതെന്ന് സംഘാടകർ പറഞ്ഞു.
സ്പന്ദനം സീസൺ 2വിലേക്ക് 4 മാസം പൂർത്തിയായ എല്ലാ ഗർഭിണികൾക്കും പങ്കെടുക്കാം. പാട്ട് പാടുന്ന 2 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോ 9446654500 എന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ച് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. തിരഞ്ഞെടുക്കപ്പെടുന്ന 40 പേർക്ക് ഫെബ്രുവരി 14 നടക്കുന്ന സെമി ഫൈനൽ റൗണ്ടിൽ പാടാൻ അവസരം ലഭിക്കും. ഇതിൽ നിന്നും കഴിവ് തെളിയിക്കുന്ന 10 പേർക്കാണ് വൈകിട്ട് 5 നടക്കുന്ന ഫൈനലിലേക്ക് അവസരം നൽകുക. 1 ലക്ഷം രൂപയും 1 ലക്ഷം രൂപ വില വരുന്ന പ്രീമിയം ഡെലിവറി പാക്കേജുമാണ് സ്പന്ദനം സീസൺ 2വിലെ 1ാം സമ്മാനം. 2ഉം 3ഉം സ്ഥാനക്കാർക്കും ക്യാഷ് അവാർഡും ഡെലിവറി പാക്കേജുകളും സമ്മാനിക്കും. വാലന്റൈൻസ് ദിനത്തിൽ നടക്കുന്ന ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കാൻ 200ഓളം നവദമ്പതികളെയും ക്ഷണിക്കുന്നുവെന്ന് സംഘാടകർ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ കിൻഡർ ഹോസ്പിറ്റൽ ഗ്രൂപ്പ് CEO രഞ്ജിത്ത് കൃഷ്ണൻ, ഡോക്ടർ നീന അനന്തൻ, ഡോക്ടർ JR രശ്മി, ചേർത്തല യൂണിറ്റ് ഹെഡ് ആൻഡോ ട്വിങ്കിൾ എന്നിവർ പങ്കെടുത്തു. ചങ്ങനാശ്ശേരി മലകുന്നം പൊടിപ്പാറ തിരുക്കുടുംബ ദേവാലയത്തിൽ ഇടവക തിരുനാളിന് കൊടിയിറങ്ങി. പ്രധാന തിരുനാൾ ദിനമായ ഞായറാഴ്ച നടത്തിയ തിരുക്കർമ്മങ്ങളിലും പ്രദക്ഷിണത്തിലും പങ്കെടുത്തത് നിരവധി വിശ്വാസികൾ. ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. അമ്മേ, നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാണ്. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി. പ്രധാന തിരുനാൾ ദിനമായ ജനുവരി 28 ഞായറാഴ്ച 5:40 പ്രഭാത പ്രാർത്ഥനയോടെയാണ് പള്ളിയിൽ കർമ്മങ്ങൾ ആരംഭിച്ചത്. 9:30 ആഘോഷമായ തിരുനാൾ കുർബാന. വൈകുന്നേരം 4:30 അർപ്പിച്ച വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം മലകുന്നം കുരിശടിയിലേക്ക് തിരുനാൾ പ്രദർശനം നടത്തി. പ്രദർശനം തിരിച്ച് പള്ളിയിൽ എത്തിച്ചേർന്നപ്പോൾ ഈ വർഷത്തെ തിരുനാളിന് കൊടിയിറങ്ങി. പ്രധാന തിരുനാൾ ദിനത്തിലെ തിരുക്കർമ്മങ്ങളിലും പ്രദർശനത്തിലും നിരവധി വിശ്വാസികളാണ് പങ്കെടുത്തത്. വികാരി ഫാദർ ഡോക്ടർ സോണി മുണ്ടുനടയ്ക്കൽ ശുശ്രൂഷാ കർമ്മങ്ങൾ ക്രമീകരിച്ചു. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യ പ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 5770 രൂപ, പവന് 46,160 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.